ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് റിച്ച് ആയിട്ടുള്ള ലോട്ടസ് ബിസ്കോഫ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളൊരു 60 സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ല നമുക്ക് റെസിപ്പി കിട്ടണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേണം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം തന്നെ 2 ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള 2 ബിസ്ക്കറ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പിനടുത്ത് പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗിൻ്റെ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 തവണയായിട്ട് നമുക്ക് ഇട്ട് മിക്സാക്കി എടുക്കാം. നല്ല പതുക്കെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം, ബബിൾസൊക്കെ നന്നായിട്ട് കുത്തിയിളക്കി താഴ്ത്താതെ. പിന്നെ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 35-40 മിനിറ്റിനടുത്ത് നമുക്ക് ബേക്കിംഗ് ടൈം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് സ്പഞ്ച് നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ലോട്ടസ് ബിസ്കോഫിൻ്റെ തന്നെ ഒരു സ്പ്രെഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്യാം. അപ്പോൾ ഇത് 1/2 കപ്പ് പഞ്ചസാര ഞാൻ കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം അലിഞ്ഞ് വന്ന സമയത്ത് നമുക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി പോകണ്ട, അപ്പോൾ ഇത് ഉറച്ച് കട്ടിയാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ 4 ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് നമ്മൾ നേരത്തെ കാരമൽ ചെയ്തതുണ്ടല്ലോ, ആ കാരമൽ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും. പിന്നെ നമുക്കൊരു 1/4 കപ്പ് ഇളം ചൂട് പാല് വേണം. പാലും ചൂടോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ച് ഇതിൽ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ടിയാവും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒരു 3 ടീസ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്, കാരണം നമ്മളിത് വീട്ടിലെ ആവശ്യത്തിനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണല്ലോ. പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റുള്ളൊരു സ്പ്രെഡ് തന്നെയാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. പിന്നെ നമ്മൾ ചൂടാറിയ കേക്ക് ഉണ്ടല്ലോ, ഇത് നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച സ്പ്രെഡ് നമുക്ക് എടുക്കുക. ഇനി നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തിളപ്പിച്ച് ആറിയ പാലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്പ്രെഡ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ മിൽക്കും സ്പ്രെഡും തമ്മിൽ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു സിറപ്പ് വെച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂണ് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ 3 ലെയറും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ അരമണിക്കൂറൊന്ന് ഫ്രീസറിൽ വെച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലാണ് നമുക്ക് പിന്നെ ഫിനിഷ് ചെയ്യുന്ന ടൈമിൽ നല്ല ക്രംസ് ഒന്നും പുറത്തേക്ക് കാണാതെ നല്ല പെട്ടെന്ന് തന്നെ ഫിനിഷ് ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കേക്ക് മുഴുവനായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലെയിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ വീതിയുള്ള ഭാഗം കൊണ്ട് ചെയ്തപ്പോൾ അത്ര തന്നെ ഒരു ഫിനിഷിംഗ് ആയി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലുള്ള ആ ചെറിയ ആ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സ്പ്രെഡ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 2-3 ബിസ്ക്കറ്റ് പൊടിച്ചതുകൂടെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ ഡെക്കറേഷനും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നടുക്ക് എന്തായാലും ലോട്ടസ് ബിസ്കോഫ് അല്ലേ, അപ്പോൾ നടുക്ക് ഒരു ബിസ്ക്കറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയായി നമ്മളെ ഡെക്കറേഷനും കേക്കൊക്കെ ഫിനിഷായി കിട്ടി. ഇതിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് അവിടുന്ന് ക്രീം പോയിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൻ്റെ മറ്റേ ഗ്ലാസ് റാക്ക് അല്ലേ, അപ്പോൾ അതിൽ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുകയായിരുന്നു നമ്മളെ ഈ കേക്ക് ബോർഡ്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊക്കെ എടുത്തപ്പോൾ തട്ടിയതാണ്. എന്തായാലും ആ ഭാഗം തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടും കട്ടയിലൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.